നമസ്കാരം. നമ്മുടെ നാട്ടിൽ സത്യസന്ധനായ ഒരു രാഷ്ട്രീയ നേതാവിനെ കണ്ടുകിട്ടാൻ വലിയ പ്രയാസമാണെന്നാണ് ഇവിടുത്തെ നിരീക്ഷണ കുതുകികളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അടുത്ത കാലത്ത് അവർക്ക് അമ്മാതിരി ഒരാളെ കണ്ടുകിട്ടി. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തന്നെ. കിട്ടിപ്പോയേ എന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റ് ന്യൂസ് മുതൽ 24 വരെയുള്ള ന്യൂസ് ചാനലുകളിൽ അവതാരകർ തുള്ളിച്ചാടി. അവരൊക്കെ പറഞ്ഞു, ഇതാ വിശ്വാസ്യതയുള്ള ഒരു നേതാവ് എന്ന്. എന്നെക്കുറിച്ച് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? നല്ല വിശ്വാസ്യതയുള്ള ഒരു നുണ പോലും പറയാത്ത ഒരാളാണ്. ഞാൻ ഗ്രഹപാഠം ചെയ്തും എനിക്ക് അറിയാൻ പാടില്ലാത്ത കാര്യം ഞാൻ അറിയില്ല എന്ന് പറയും. ഞാൻ ഗ്രഹപാഠം ചെയ്ത് നിയമസഭയിലും പുറത്ത് സംസാരിക്കുന്ന ഒരാളാണ്. വിശ്വാസ്യതയുള്ള ഒരാളാണ്. അങ്ങനെയുള്ള സതീശേട്ടൻ ഡെയിലി വിശ്വാസ്യതയുള്ള പല പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ തെരഞ്ഞെടുപ്പോടെയാണ് നാട്ടുകാർക്കത് മനസ്സിലായത്. ഇപ്പം തന്നെ നോക്കൂ, കഴിഞ്ഞ ദിവസം സതീശേട്ടൻ ഒരു വിശ്വാസ്യതയുള്ള കാര്യം പറഞ്ഞു. വയനാട്ടിൽ നാട്ടുകാരിൽ നിന്ന് വീട് വയ്ക്കാൻ വേണ്ടി പണപ്പിരിവൊക്കെ നടത്തി ഞങ്ങൾക്ക് ആ പണം മുക്കാനുള്ള പരിപാടിയൊന്നുമില്ല, അവിടെ കല്ലിട്ട് വീട് പണി തുടങ്ങിയെന്ന്. ഞങ്ങൾ കല്ലിട്ട് അവിടെ പണി തുടങ്ങി നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. അപ്പം ചാനലുകാർ പറഞ്ഞു, ഞങ്ങളൊക്കെ അവിടെ പോയി ഷൂട്ട് ചെയ്തതാണ്, അവിടെ കല്ലിൻ്റെ മേലെ വേറൊരു കല്ല് വീണിട്ടില്ല. മാത്രമല്ല, വീട് പണിയാണെങ്കിൽ പഞ്ചായത്തിൻ്റെ പെർമിഷനൊക്കെ വേണമല്ലോ, പെർമിറ്റിനുള്ള അപ്ലിക്കേഷൻ പോലും കൊടുത്തിട്ടില്ല. പിന്നെ എന്താണ് സതീശേട്ടൻ പറയുന്നതെന്ന്. ഇല്ല എന്തെല്ലാം അത് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കി. അവിടെ പണി തുടങ്ങി, കഴിഞ്ഞ ദിവസം പണി തുടങ്ങി പോയി നോക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഡിവൈഎഫ്ഐക്കാർ കുറെ ആളെയും കൂട്ടിയിട്ട് അങ്ങോട്ട് പോന്നു. വീട് പണി തുടങ്ങിയൊന്ന് നോക്കാൻ. ആ വസീഫ് ഉണ്ടല്ല, ചാനലുകാരെയും കൂട്ടിയിട്ടാണ് പോയത്. മൂപ്പരെന്നിട്ട് പോയിട്ട് പറയുന്നത്, ഇത് ഈ ഭൂമിയല്ലേ, ഇവിടെ നോക്കൂ നിങ്ങൾ, ഞങ്ങൾ ഇതിനകത്തേക്ക് കയറുന്നില്ല, ഇനി അവരുടെ ഭൂമിയിൽ ഞങ്ങൾ കയറി എന്നുള്ളത് വേണ്ട. ഇവിടുന്ന് പക്ഷേ നമ്മുടെ ക്യാമറക്ക് ഇത് കാണാൻ പറ്റും. ഇതൊന്ന് കാണിച്ചു കൊടുക്കണം. ഇതൊക്കെ ഈ ഭൂമി ഇവിടെ പണി നടക്കുന്നുണ്ടോ എന്നുള്ളത്. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. ഇവരെ ഉദ്ഘാടനം നടത്താൻ വേണ്ടി പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഒക്കെ കൊണ്ടുവന്ന് വലിയ ഷോ കാണിക്കാൻ വേണ്ടി മാത്രം ഇവിടെ ഇങ്ങനെ നിരപ്പാക്കി വെച്ചു. ഇപ്പോ ഞങ്ങൾ ആരെങ്കിലും കയറുന്നതിന്, അല്ലെങ്കിൽ ജനങ്ങൾ കയറി വീഡിയോ എടുക്കാതിരിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു മറയും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. മറ്റൊന്നും ഇവിടെ ചെയ്തിട്ടില്ല. എന്റെ അമ്മയെ, അങ്ങനെയാണോ സ്ഥിതി? അപ്പൊ നമ്മുടെ സതീശേട്ടൻ, സത്യസന്ധനായ നമ്മുടെ സതീശേട്ടൻ പറഞ്ഞതോ? എന്തെന്നിപ്പാ ഈ സതീശേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ സർക്കാർ വെച്ച കേക്ക്. അത് ശരിയാണ്, നമ്മൾ പിരിച്ച പണം നമ്മൾ നോക്കിക്കോളാന്ന്. നിങ്ങൾ എന്തിനാപ്പാ അല്ലെങ്കിൽ അതിന്റെ വയ്യ നടക്കുന്നത്? എന്ത് ചോദ്യം സതീശേട്ടാ. അവിടെ വീട് പണി തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് ഒരു കല്ല് പോലും ഇട്ടിട്ട് കല്ലിന്റെ മേലെ പണിതിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അല്ല, അതെല്ലാം അവിടെ നടക്കുന്നുണ്ട്. അതെല്ലാം അവിടെ എല്ലാ നടപടി. നിങ്ങൾ എന്തിനാ ഇതിന്റെ പുറകെ പോകണം? നിങ്ങൾ സർക്കാർ പൂർത്തിയാക്കി എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പോയി ഉദ്ഘാടനം ചെയ്ത വീട്ടിലെ ആള് താമസം ഉണ്ടോ? അല്ല, സർക്കാരിന്റെ വീട് പണി അവിടെ കഴിഞ്ഞു. താമസം വീട്ടുകാർ തീരുമാനിക്കേണ്ടതല്ലേ. താമസം തുടങ്ങാത്തവർ ടൗൺഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് താമസം തുടങ്ങാനായിരിക്കും വിചാരിക്കുന്നത്. മാത്രമല്ല, അവർ താമസം മാറും വരെ അവർക്ക് വാടക സർക്കാർ കൊടുക്കുകയും ചെയ്യും. അല്ല, അത് ഒരു കൊല്ലം കൊണ്ടാണ്, 1 കൊല്ലം 4 മാസം കൊണ്ടാണ് ചെയ്തത്. സതീശേട്ടൻ പക്ഷേ വീട് പണി തുടങ്ങിയെന്ന് പറഞ്ഞ സ്ഥലത്ത്, KPCCന്റെ പണം പിരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ സ്ഥലത്ത് കല്ലിന്റെ മേലെ ഒരു കല്ല് കാണുന്നില്ലല്ലോ എന്നാണ് ചോദ്യം. അല്ലല്ല, ഒരു കൊല്ലം എടുത്തോ? അപ്പൊ നേരത്തെ പറഞ്ഞ വീട്, സർക്കാർ വീട് പണി കംപ്ലീറ്റ് ആയില്ല എന്ന് പറഞ്ഞ അത് പിൻവലിച്ചോ സതീശേട്ടൻ? സത്യസന്ധമായി പറഞ്ഞ കാര്യം. സ്ഥലം മേടിക്കാൻ 1 കൊല്ലം എടുത്തോ? സർക്കാർ 1 കൊല്ലം എടുത്തോ സ്ഥലം മേടിക്കാൻ? എടുത്തോ? എന്റെ അമ്മയെ, നിന്ന നിൽപ്പില് എന്തെല്ലാണ് സതീശേട്ടൻ മാറ്റി മാറ്റി പറയുന്നത്? ഞാൻ കേൾക്ക് അതിന് പറയാം മറുപടി. 1 കൊല്ലം സർക്കാർ എടുത്ത സ്ഥലം അത് എന്നിട്ട് ഇപ്പൊ പിൻവലിച്ചോ സതീശേട്ടൻ? ഇങ്ങനെ ഒഴിഞ്ഞു മാറിയിട്ട് എന്ത് കാര്യപ്പാ? ഡിവൈഎഫ്ഐക്കാർ അവിടെ പോയി കുടില് കെട്ടി സമരം ചെയ്യുന്നൊക്കെയാണ് ഇപ്പൊ പറഞ്ഞേക്കണം കേട്ടോ. അവിടെ കുടില് കെട്ടി സമരം തുടങ്ങാണെന്ന് അവിടെ അടിച്ചു ഓടിക്കുകയാണ്. ഞങ്ങളുടെ സ്ഥലമാണ്. നമ്മുടെ വീടിന്റെ അകത്ത് വന്ന്, നിങ്ങളുടെ വീടിന്റെ അകത്ത് വന്നിട്ട് ആരെങ്കിലും കുടില് കെട്ടി സമരം ചെയ്യുമെന്ന് പറഞ്ഞാൽ അടിച്ചോടിക്കൂലേ? ഞങ്ങൾ മേടിച്ചിട്ടിരിക്കുന്ന സ്ഥലത്ത് വന്ന് കുടില് കെട്ടി സമരം ചെയ്താൽ അവിടെ അടിച്ചോടിക്കാൻ പോകുമ്പോഴേ പിരിച്ച പണത്തിന്റെ കണക്കും കൂടി കയ്യിൽ സൂക്ഷിക്കേണ്ടി വരും സതീശേട്ടന്. അവർ ചോദിക്കൂലേ, പണം എവിടെ, അക്കൗണ്ട് എവിടെ, വീട് എവിടെയെന്നൊക്കെ. എന്തായാലും പിരിച്ച പണം കൊണ്ടാണോ എന്നറിയില്ല, തെരഞ്ഞെടുപ്പിന് പരസ്യത്തിനും മറ്റും ഒരു മുടക്കം കൂടാതെ പൈസ, പ്രചരണത്തിന് ആളെ കൂട്ടാൻ വരെ പൈസ നല്ലോണം ചെലവാകുന്നുണ്ട്. ഇന്ന് പുറത്തു വന്നൊരു വാർത്ത നോക്കൂ. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് റാലിയിലേക്ക് ആളുകളെ തേടി പരസ്യം. തിരുവനന്തപുരത്ത് തൊഴിലാളികളെ സപ്ലൈ ചെയ്യുന്ന ആപ്പിലാണ് മെസ്സേജ് എത്തിയത്. വൈകിട്ട് വട്ടിയൂർക്കാവിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ 20 പേരെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് പരസ്യം പ്രത്യക്ഷപ്പെട്ടത്. 511 രൂപയും ഭക്ഷണവും വാഗ്ദാനം ചെയ്തുള്ള പരസ്യമായിരുന്നു. ഇത് പിന്നീട് നീക്കം ചെയ്യുകയായിരുന്നു. സ്മൃതി, അൺസ്കിൽഡ് മേഖലയിലുള്ള തൊഴിലാളികളെ സപ്ലൈ ചെയ്യുന്ന ഹയർ എൺ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ കേരളത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ആ ആപ്ലിക്കേഷന് കീഴിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട്. ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഇന്നലെ രാത്രി 12:02 കോൺഗ്രസിന്റെ റാലിയിലേക്ക് ആളെ തേടിയുള്ള പരസ്യം വന്നത്. ഇതിനൊക്കെ എവിടുന്നപ്പോ പണം? എം സ്വരാജ് വരുന്നു, പണം എവിടെയെന്ന് ചോദിച്ചോണ്ട്. ആ പണം ഇപ്പൊ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചെലവഴിക്കുകയാണ്. കോൺഗ്രസിന്റെ റാലിയിൽ പങ്കെടുക്കുന്നവർക്ക് കൂലി കൊടുക്കാൻ, അവരുടെ പ്രചരണം സംഘടിപ്പിക്കാൻ, വയനാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ, മൺമറഞ്ഞുപോയ മനുഷ്യരുടെ ആ ദുരന്തത്തെ വിറ്റ്
പണം വാങ്ങി ആ പണം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്വരാജും കൂടി തുടങ്ങിയാൽ എന്ത് ചെയ്യും? എന്നിട്ട് വല്ലാത്തൊരു അടി കൂടി സതീശനും കൂട്ടർക്കും ഇട്ട് കൊടുത്തു സ്വരാജ്. സാഹിത്യത്തിൽ നോവലിൽ വരുന്ന കഥാപാത്രത്തിന്റെ പേരൊക്കെ പറഞ്ഞു കളഞ്ഞു. വിക്ടർ ഹ്യൂഗോവിന്റെ പാവങ്ങൾ എന്ന നോവലിൽ ഒരു കഥാപാത്രമുണ്ട്, തെനാർദിയർ എന്ന് പറയുന്ന ഒരു കഥാപാത്രം. ആ കഥാപാത്രം ലോകത്തിലെ എല്ലാ ക്രൂരതയുടെയും പ്രതീകം എന്ന പോലെ ആവിഷ്കരിക്കപ്പെട്ട ഒരു കഥാപാത്രമാണ്. സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ ചെയ്യാൻ മടിക്കുന്ന എന്തു നീച കൃത്യവും ചെയ്യാൻ മടിയില്ലാത്ത ഒരു മനുഷ്യരൂപമുള്ള കഥാപാത്രം. ആ കഥാപാത്രത്തിൻ്റെ നീചമായ മനസ്സ് വായനക്കാരിലേക്ക് പകർന്നു നൽകാൻ ഹ്യൂഗോ കണ്ടെത്തിയ ഉപായം അയാളുടെ നീചകൃത്യങ്ങളുടെ ആഴം വായനക്കാരന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി കൃതിയിൽ ശ്രമിച്ചതായി കാണുന്നത് യുദ്ധത്തിലും മറ്റും പരിക്കേറ്റ് കൊല്ലപ്പെട്ട യോദ്ധാക്കൾ, അങ്ങനെ കൊല്ലപ്പെട്ട മനുഷ്യരുടെ മൃതശരീരങ്ങൾക്കടുത്ത് ചെന്ന് മരണം ഉറപ്പാക്കിയ ശേഷം ആ മൃതശരീരത്തിൽ നിന്ന് മോഷ്ടിക്കാൻ പറ്റുന്നതൊക്കെ മോഷ്ടിക്കുക, ആഭരണങ്ങളും പണവും ഒക്കെ മോഷ്ടിക്കുക. അത്തരം മോഷ്ടാക്കൾക്ക് ഒരു പേരുണ്ടത്രേ, ശവം തൂക്ക് എന്നാണ് അത്ര പേര്. ശവം തൂക്കിന്റെ പ്രത്യേകത, ശവം തൂക്കാണ് എന്ന് പറഞ്ഞാൽ ആ മോഷ്ടാവിനോട് മറ്റു മോഷ്ടാക്കൾ സംസാരിക്കാൻ പോലും തയ്യാറാവില്ല. മോഷ്ടാക്കൾക്കിടയിൽ അകറ്റി നിർത്തപ്പെടേണ്ട ഒരു നീചനാണ് ശവം തൂക്ക് എന്നാണ് പറയുക. ഏറ്റവും അധപ്പതിച്ച കള്ളൻ, യാതൊരു ധാർമ്മികതയും ഇല്ലാത്ത കള്ളൻ മാത്രമാണ് ഈ പണി ചെയ്യുക എന്നാണ്. മോഷ്ടാക്കളുടെ ധാർമ്മികത പോലും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു വിഭാഗമായി കോൺഗ്രസ് മാറി. കേരള രാഷ്ട്രീയത്തിലെ ശവം തൂക്കുകാരാണ് ഇന്ന് കോൺഗ്രസ്. വയനാട്ടിലെ മൃതശരീരങ്ങൾ ചൂണ്ടിക്കാണിച്ച് ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് ആ പണം മോഷ്ടിക്കാൻ ഒരു മടിയും കാണിക്കാത്ത ഒരു വിഭാഗമായി കോൺഗ്രസ് മാറി. കോൺഗ്രസിന്റെ പ്രചരണ ബോർഡുകളിൽ സ്ഥാനാർത്ഥികളുടെയും നേതാക്കളുടെയും ചിരിക്കു പിന്നിൽ എന്തോ ഒരു സംഗതി ഉണ്ടെന്നും കൂടി സ്വരാജ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള UDF സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററിലെ സ്ഥാനാർത്ഥിയുടെ ചിരിക്കുന്ന മുഖത്തിന്റെ പിന്നിൽ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട അമ്മമാരുടെ കണ്ണുനീരുണ്ട്. മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങളുടെ കരയുന്ന മുഖമുണ്ട്. കോൺഗ്രസിന്റെ ഓരോ പ്രചരണ ബോർഡിന്റെയും പിന്നിൽ വയനാട്ടിൽ ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞുപോയ മനുഷ്യരുടെ വിലാപങ്ങളുണ്ട്. ഇനിയെങ്കിലും കോൺഗ്രസ് കേരളത്തിന്റെ മുൻപാകെ തുറന്നു പറയണം, എത്ര പണം പിരിച്ചു. ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ലല്ലോ. ആപ്പ് വഴി അല്ലാതെ പോഷക സംഘടനകൾ വഴി നിങ്ങൾ എത്ര തുക പിരിച്ചു? പിരിച്ച തുക കയ്യിലുണ്ടെന്നാണ് VD സതീശൻ പറയുന്നത്. പ്രതിപക്ഷ നേതാവ് പറയുന്നു KPCC പ്രസിഡന്റിന്റെയും അദ്ദേഹത്തിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും സംയുക്ത അക്കൗണ്ടിൽ, ജോയിന്റ് അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചു എന്ന്. അത് കളവാണ് എന്ന് തെളിഞ്ഞു. അങ്ങനെ ഒരു അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചിട്ടില്ല എന്ന് വ്യക്തമായി. ഇപ്പോൾ നാമനിർദ്ദേശ പത്രികയോടൊപ്പമുള്ള സത്യവാങ്മൂലം കൂടി പരസ്യരേഖയായി മാറിയതോടെ അത് ഇല്ല, കള്ളമാണ് എന്ന് തെളിഞ്ഞു. ഏത് അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചു? അത് സത്യവാങ്മൂലത്തിൽ കൊടുക്കേണ്ടതില്ല എന്നാണ് കഴിഞ്ഞ ദിവസം 24 ന്യൂസിൽ ഹാഷ്മി പറഞ്ഞെന്നാണല്ലോ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ കണക്കൊക്കെ അതുപോലെ കൊടുക്കുന്നുണ്ടോ എന്ന് പോലും ചോദിച്ചു അത്രേ. ടെലിവിഷൻ ചാനലിലെ മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം ഇത് ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നത് കേട്ടപ്പോൾ വല്ലാത്തൊരു അത്ഭുതം തോന്നി. അദ്ദേഹം പറയാണ്, മുഖ്യമന്ത്രിയുടെ നാമനിർദ്ദേശ പത്രികയോടൊപ്പം CMDRFന്റെ വിവരങ്ങൾ ചേർത്തിട്ടില്ലല്ലോ എന്ന് പറയുകയാണ്. ഏത് മലയാളിയും ഞെട്ടിപ്പോവും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ പേരിലുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് ആണ് എന്നായിരുന്നോ ഇദ്ദേഹം ധരിച്ചിരിക്കുന്നത്? അങ്ങനെയാണോ ധരിച്ചിരിക്കുന്നത്? സംസ്ഥാന ഖജനാവിലെ പണം എന്ന് പറഞ്ഞാൽ ധനകാര്യമന്ത്രിയുടെ പേരിൽ ഒരു ബാങ്കിലുള്ള അക്കൗണ്ട് എന്നാണോ അദ്ദേഹം ധരിച്ചിട്ടുള്ളത്? ഇങ്ങനെയൊക്കെ പറയാമോ? അറിയുമ്പോലല്ലേ ഒരാൾ പറയല്. ഇവരുടെ കാര്യം പോട്ടെ, ഇവർക്കോ സാധിച്ചില്ല. ഇവരുടെ വംശപരമ്പരയിൽ പോലും ഒരാൾക്ക് ഒരു ജേർണലിസ്റ്റ് ആവാൻ സാധ്യതയില്ല എന്ന തോന്നലാണ് ഇത് കാണുന്ന മനുഷ്യർക്കുണ്ടാവുക. എന്തൊക്കെ പറഞ്ഞാലും ചിലർ ന്യായീകരിക്കും, ചിലർ എതിർക്കും. പക്ഷെ VD സതീശൻ കണക്ക് പറയില്ല. മൃതശരീരം വെച്ച് കാശ് പിരിച്ച് ആ പണം തെരഞ്ഞെടുപ്പ് ചെലവിന് ഉപയോഗിച്ചാൽ, ആ പണം പലരുടെയും പോക്കറ്റിലേക്ക് പോയാൽ അതിൽ മനുഷ്യൻ എന്ന നിലയിലുള്ള നമ്മുടെയൊക്കെ കേരളീയരുടെ ഒരു അസ്തിത്വമല്ലേ ചോദ്യം ചെയ്യപ്പെടുന്നു? തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കയ്യിൽ പൈസയില്ല എന്നാണ് അന്ന് കോൺഗ്രസ് പറഞ്ഞിരുന്നത്. അന്ന് CPM ആരോപണം ഉന്നയിച്ചില്ല. ഇപ്പൊ എന്തിനാണ് ഈ ആരോപണം? തദ്ദേശ തെരഞ്ഞെടുപ്പ് പറഞ്ഞപ്പോൾ ഈ പണം ചെലവഴിച്ചിട്ടില്ലല്ലോ. ഞങ്ങളുടെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞവർക്ക് ഓണം ബമ്പർ ലോട്ടറി അടിച്ചോ എന്നാ പറഞ്ഞാൽ മതി. ഞങ്ങൾ ഈ ചെലവഴിക്കുന്ന പണം ലോട്ടറി അടിച്ചതാണ്. ഈ പണം ഇപ്പൊ വൻതോതിൽ കേരളത്തിൽ പണം
ചെലവഴിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനാവുമോ എന്ന പരിശോധനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് ഇങ്ങനെ പരസ്യമായി പരസ്യം കൊടുക്കുന്ന നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ? ചുരുക്കത്തിൽ കനകോലു ഡ്രീംസ് വയനാട്ടിൽ തട്ടി വീണ്ടും പാളിപ്പോവുകയാണ്. ഡീലും കോലും എല്ലാം വെച്ച് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ തന്നെ അട്ടിമറിക്കുന്ന ചർച്ചകൾ നിർമ്മിക്കുന്നതിനിടയിൽ മനുഷ്യന്റെ ദുരന്തം വെച്ച് പിരിച്ച പണം എവിടെയെന്ന ചോദ്യം ഇങ്ങനെ തലക്കുമേലെ തൂങ്ങിയാടുകയാണ്. വി.ഡി. സതീശേട്ടൻ അത് നോക്കാതെ കണ്ണും പൂട്ടി നടക്കുകയുമാണ്. ഭരിക്കാൻ പോകുന്ന പാർട്ടിയല്ലേ, ഉത്തരം പറയണ്ടേ? എന്താ കാര്യത്തിന് ഞങ്ങൾ എന്തിനാ ഇവര് ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ചോദിക്കട്ടെ? ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് അവര് മറുപടി പറഞ്ഞില്ലല്ലോ. അതല്ലല്ലോ, നിങ്ങളല്ലേ പണം പിരിച്ച കണക്ക് പറയാതെ ആളെ പറ്റിക്കുന്നത്. ഇത് ഞങ്ങളുടെ പാർട്ടിക്കാർ തന്ന പൈസയല്ല. എങ്ങനെ? ഇത് ഞങ്ങളുടെ പാർട്ടിക്കാർ തന്ന പൈസയല്ല. പാർട്ടിക്കാർ മാത്രമൊന്നുമല്ല, ആപ്പ് ഉണ്ടാക്കി നാട്ടുകാരിൽ നിന്ന് വരെ പണം പിരിച്ചാണ്. ഇനി അങ്ങനെ ആണെങ്കിലും പാർട്ടിക്കാരുടെ കയ്യിൽ നിന്നാണ് പിരിച്ചതെങ്കിലും ആ പൈസക്ക് കണക്ക് വേണ്ടേ? വെച്ചു കൊടുക്കാന്ന് പറഞ്ഞ വീട് വെച്ചു കൊടുക്കണ്ടേ? പറഞ്ഞ കാര്യം ചെയ്യാണ്ട് പണം മാറ്റാന്നാ? അല്ലല്ലോ കേൾക്ക്, അല്ലല്ലോ അത് ഞങ്ങൾ പറഞ്ഞോളണ്ടേ. എന്നാ പറയ സഹിച്ചേട്ടാ. എത്ര നേരമായി? 1/4 മണിക്കൂർ പര്യടനം കഴിഞ്ഞു വന്ന് നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞിട്ടാ പോകുന്നത്. എന്താ കഥ? ചോദ്യത്തിൽ കുടുങ്ങുമ്പോൾ ഇതന്നെയാ നല്ലത്. സ്വരാജൊക്കെ ഇങ്ങനെ പത്രസമ്മേളനം നടത്താൻ തുടങ്ങിയാലേ സംഗതി ലേശം കടുക്കും കേട്ടാ. എന്നാ പിന്നെ ഇന്ന് അവസാനിപ്പിച്ചേക്കാം. ശരി, വീണ്ടും കാണാം. ഞാൻ ഗ്രഹപാഠം ചെയ്തു. ഈ അറിയാൻ പാടില്ലാത്ത കാര്യം ഞാൻ അറിയില്ല എന്ന് പറയും. എന്തൊരു വിശ്വാസ്യതയുള്ള മനുഷ്യനായിരുന്നു. പഠിക്കുന്ന, ഗവേഷണം നടത്തുന്ന, ഗ്രഹപാഠം ചെയ്യുന്ന വിശ്വാസ്യതയുള്ള മനുഷ്യൻ. എനിക്ക് തോന്നുന്നത് ഈ വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായത് തന്നെ സതീശേട്ടൻ്റെ ഈ വിശ്വാസ്യത കളഞ്ഞു കുളിക്കാനുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണെന്നാണ്. ഇനി ഏത് കഥയുമായിട്ടാണാവോ മൂപ്പര് വീണ്ടും വരിക? നമുക്ക് നോക്കാം. നമസ്കാരം.